ഈ കാണുന്ന 255 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു സോളാർ പാനലാണ്. അപ്പോൾ ഈ ഒരു സോളാർ പാനൽ 9 വോൾട്ട് 3 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു സോളാർ പാനലിലെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സോളാർ പാനൽ വാങ്ങാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കപ്പ് ഇടണമെങ്കിൽ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാനൽ ഉപയോഗിച്ച് ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതുപോലെയുള്ള ചെറിയ പാനലുകൾക്ക് സോളാർ ചാർജ് കൺട്രോൾ മേടിക്കാൻ കിട്ടില്ല. നമുക്ക് ഇതുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പാനലിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ പരീക്ഷ നോക്കി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിച്ച് നമ്മൾ സോളാർ പാനൽ വഴി നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുവാണെങ്കിൽ ബാറ്ററി ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ബാറ്ററി ഊരിയിടുക അല്ലെങ്കിൽ പാനൽ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ്ങും ഡിസ്ചാർജിങ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പോർട്ട് വഴി നടന്നോളും. അതുപോലെ ഈ കാണുന്ന ഈ ഒരു 3 വാട്ട്സിൻ്റെ പാനൽ കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെയാണ് നമുക്ക് മാക്സിമം ഒരു ദിവസം വെയിൽ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തെടുക്കുന്ന ആ ഒരു ബാറ്ററി കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു റൂമിലേക്കുള്ള ലൈറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഫാന് അല്ലെങ്കിൽ പവർ ബാങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ചെറിയ മ്യൂസിക് പ്ലെയറൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഇതിലുള്ള പഴയ എമർജൻസി ലൈറ്റൊക്കെ നിങ്ങളുടെ വീട്ടിൽ കംപ്ലൈൻറ്റ് ആയി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ആ എമർജൻസി ലൈറ്റിൻ്റെ പഴയ ബാറ്ററി എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയും അതുപോലെ ചാർജിങ് മൊഡ്യൂൾ ഉണ്ട്, ആ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു റൂമിലേക്കൊക്കെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ലിഥിയം അയൺ ബാറ്ററി 2200 mAh-ൻ്റെയാണ്. 2200 mAh ലിഥിയം അയൺ ബാറ്ററിക്ക് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറിന് മേളിൽ ബാക്കപ്പ് കിട്ടുന്ന നല്ല ബാറ്ററിയൊക്കെ ആണെങ്കിൽ അതിൽ ഈ ഒരു പാനൽ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്നതല്ല അതിൻ്റെ ഈ ഒരു കവറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു പാനൽ വഴി നമുക്കിങ്ങനെ ചെറിയ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ചെറിയൊരു ബോർഡ് ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചാർജിങ്ങും എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. ബാറ്ററി ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആകും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതുപോലത്തെ 2 തരം ബാറ്ററി ഉപയോഗിക്കാം. ലിഥിയം അയൺ ബാറ്ററിയും ലിഥിയം പോളിമർ ബാറ്ററിയും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പാനലിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ സമയം, അതായത് മഴക്കാലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് മൊബൈലിലെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ അതുപോലെ ചെറിയ ഫാന്, മ്യൂസിക് പ്ലെയർ, ഇതിനെല്ലാം നമുക്ക് ബേസായിട്ട് ഉപയോഗിക്കാം ഈ ഒരു ചെറിയ ചാർജിങ് മൊഡ്യൂളും അതുപോലെ ഇതുപോലെയുള്ള ബാറ്ററി. ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ പാനലും കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് ഔട്ട് എടുത്ത് നമുക്ക് ലൈറ്റാണോ നമ്മുടെ ഉപകരണം ഏതാണോ അതിലേക്ക് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഔട്ട് എടുത്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സർക്യൂട്ടാണ് നമ്മൾ ഈ ഒരു പാനൽ വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ വെച്ച് നമുക്ക് ഒരുപാട് സമയം വലിയ ലൈറ്റൊന്നും, അതായത് അത്യാവശ്യം ബ്രൈറ്റ് കൂടിയ ലൈറ്റുകൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ബാക്കപ്പ് കിട്ടില്ല. ഈ ഒരു പാനൽ ഞാൻ മേടിച്ചതുപോലത്തെ എമർജൻസി ലൈറ്റൊക്കെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ 2200 mAh ലിഥിയം അയൺ ബാറ്ററിയിൽ നമുക്ക് ഈ കാണുന്ന പോലത്തെ 3 വാട്ട്സിൻ്റെ LED ലൈറ്റൊക്കെ ഓർമ്മയൊക്കെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് സമയം നല്ല രീതിയിൽ ബാക്കിപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ബ്രൈറ്റ് കൂടിയതോ അല്ലെങ്കിൽ ഒരുപാട് ആംബിയർ എടുക്കുന്ന ലൈറ്റുകളൊന്നും നമുക്ക് ഒരുപാട് സമയം ഈ ഒരു സിംഗിൾ ബാറ്ററിയിൽ നമുക്ക് ഒരുപാട് ബാക്കപ്പ് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് 9 വോൾട്ട് 3 വാട്ട്സിൻ്റെ പാനൽ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മിനിമം 10 വാട്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു 7 വാട്ട്സിൻ്റെങ്കിലും വേണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതുപോലത്തെ പാനൽ വഴി നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പാനലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെയിലടിക്കുന്ന രീതിയിൽ ബാറ്ററി വെക്കരുത്. ബാറ്ററി ഹീറ്റായിട്ട് കംപ്ലൈൻറ്റ് ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ ഒരു 3 വാട്ട്സിൻ്റെ പാനൽ നമ്മൾ സാമ്പിളായിട്ട് കാണിച്ചേക്കുന്നതാണ്. നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ മിനിമം 7 വാട്ട്സിൻ്റെയോ 10 വാട്ട്സിൻ്റെയോ പാനൽ ഉപയോഗിക്കുക. അപ്പോൾ സർക്യൂട്ടിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ സമയം ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട്സ് കൂടിയ പാനലും അതുപോലെ തന്നെ ബാറ്ററിയുടെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഒരു കാര്യം മുൻകൂട്ടി ഒന്നുകൂടി പറയുവാണ്, ഈ ഒരു പാനൽ നമ്മളിവിടെ സാമ്പിളായിട്ട് മാത്രം എടുത്താക്കുന്നതാണ്. നിങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റാണ് ഒരുപാട് സമയം ബാക്കിപ്പെട്ടുന്ന ലൈറ്റ് ആണെങ്കിൽ ഈ ഒരു പാനൽ പറ്റില്ല. ഇത് ജസ്റ്റ് നമ്മൾ സാമ്പിളായിട്ട് ഈ ഒരു പാനൽ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാനൽ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ ബാക്കിപ്പെട്ടുന്ന രീതിയിലുള്ള ലൈറ്റോ അങ്ങനെയുള്ള ഫാൻ അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോൾ എവിടേക്കാണ് വയർ കണക്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം. പാനലിൽ നിന്നുള്ള പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ട ഈ ഒരു പോയിന്റിലാണ്, അതുപോലെ പാനലിൽ നിന്നുള്ള നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ട ഈ ഒരു പോയിന്റിലും. അതുപോലെ 2 ചാർജിങ് ഇൻഡിക്കേറ്ററാണുള്ളത്, ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും. ബാറ്ററി ഫുള്ളാകുന്ന സമയത്ത് ബ്ലൂവും ചാർജിങ് ടൈമിൽ റെഡുമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താൽ നമ്മൾ ലോഡുകളൊന്നും കണക്ട് ചെയ്യേണ്ട ബാറ്ററിയിലല്ല, ഈ ഒരു ബോർഡിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഔട്ടിൻ്റെ പ്ലസ്സും മൈനസും ഉണ്ട്. അതുപോലെ ബാറ്ററി കൊടുക്കാനുള്ള B+, B- കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഈ ഒരു സോക്കറ്റിലാണ് നമുക്ക് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ആ ഒരു ഇന്നിൻ്റെ പ്ലസ് മൈനസ് ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് കപ്പാസിറ്റർ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോർഡ് പാനൽ അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങളുടെ ലിങ്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ബോർഡാണ്. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് 60 രൂപ, ഓൺലൈനും ഏകദേശം ആ ഒരു പൈസയേ ഉള്ളൂ. പിന്നെ ലിഥിയം അയൺ ബാറ്ററി അല്ലെങ്കിൽ ഈ ടൈപ്പ് ലിഥിയം പോളിമർ ബാറ്ററി.
അപ്പോൾ ഈ രണ്ട് ബാറ്ററിക്കും ഏകദേശം സെയിം വോൾട്ടാണ്. ചാർജിങ് വോൾട്ടും ഡിസ്ചാർജ് വോൾട്ടും എല്ലാം സെയിം ആണ്. അപ്പോൾ ആ രണ്ട് ബാറ്ററികൾക്ക് നമുക്ക്, അതുപോലെ ഈ രണ്ട് ടൈപ്പ് ബാറ്ററികൾക്ക് നമുക്ക് ഈ ഒരു സെയിം ടൈപ്പ് പോർട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ കാണുന്നതാണ് LDR, നമ്മുടെ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സർക്യൂട്ടിലെ ഒരു സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു മോസ്ഫെറ്റ് ആണ് നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് ആവശ്യം. IRZ44N എന്ന് പറയുന്ന ഈ ഒരു മോസ്ഫെറ്റ്, അതുപോലെ ഇതുപോലത്തെ ഒരു വോളിയം കൺട്രോളർ. അപ്പോൾ 10K മേടിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിവിടെ 10K ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 47K ആണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടത് 5 വോൾട്ടിൻ്റെ റിലേ ആണ്. 5 വോൾട്ടിൻ്റെ 5 പിന്നുള്ള റിലേ. അപ്പോൾ ഇതെല്ലാം മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ വേണ്ടത് 4 വോൾട്ടിൻ്റെ LED ലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമ്മൾ സോളാർ പാനൽ വഴി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞിട്ടൊന്നും നമുക്ക് ബാറ്ററിയോ അല്ലെങ്കിൽ പാനലൊന്നും വെടിയിച്ചിട്ടേണ്ട കാര്യമില്ല. നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും അതുപോലെ തന്നെ പാനലും കണക്ട് ചെയ്തിടാം. അപ്പോൾ ഇതിനകത്ത് പാനൽ കണക്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൽ നിന്ന് ഔട്ട് എടുക്കാനുള്ള പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് ഒരിക്കലും ഔട്ട് എടുക്കരുത്. ഈ ഒരു ബോർഡിനകത്തുണ്ട് ഔട്ട്, അപ്പോൾ ആ ഒരു ബോർഡിൽ നിന്നുള്ള ഔട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിലും ലിഥിയം പോളിമർ ബാറ്ററി ആണെങ്കിലും അതിന് 2.8 വോൾട്ട് താഴെ ഡിസ്ചാർജ് ആകാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റ് 2.8 വോൾട്ട് വരെയാണ് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് ഔട്ട് കിട്ടുള്ളൂ. അതുപോലെ പാനലിൽ നിന്ന് വയർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ചെറിയൊരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്തിടാൻ നല്ലതായിരിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് 16 വോൾട്ട് 1000 QFിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ഇൻപുട്ടിൽ, അതായത് പാനൽ കണക്ട് ചെയ്താൽ അവിടെ ഈ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമുക്ക് പാനലിൽ നിന്ന് കറക്റ്റ് ബാലൻസ് ആയിട്ടൊരു വോൾട്ട് അല്ല കിട്ടുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റെബിലൈസ് ആയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് ഈ ഒരു റിലേയിലേക്ക് ഈ ഒരു മോസ്ഫെറ്റ് ആണ് സോൾവ് ചെയ്യേണ്ടത് ആദ്യമേ. അപ്പോൾ റിലേയുടെ ഒരു സൈഡിൽ 3 കാലുകളാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ വരുന്ന കാലിലേക്ക് മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിലെ കാല് സോൾഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ 2 കാലിലേക്കും ഒന്നാമത്തെയും മൂന്നാമത്തെ കാലിലേക്കും ഇതൊരു വോളിയം കൺട്രോളറാണ് സോൾവ് ചെയ്യേണ്ടത്. വോളിയം കൺട്രോളർ 10K ആയിരിക്കും നല്ലത്. ഞാനിവിടെ എടുത്തത് 47K ആണ്. നമ്മുടെ കയ്യിൽ 10K കണ്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ വോളിയം കൺട്രോളിൽ 2 കാലിൽ മാത്രമാണ് അതിൻ്റെ കണക്ഷൻ വരുന്നുള്ളൂ. മൂന്നാമത്തെ ഒരു കാല് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ നമ്മളിങ്ങനെ വോളിയം കൺട്രോൾ വെക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. നമുക്ക് ലൈറ്റിൻ്റെ വെട്ടം കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല ഈ ഒരു കൺട്രോൾ തിരിച്ച്. ഇത് ലൈറ്റിൻ്റെ സെൻസിറ്റിവിറ്റി, അതായത് എന്തോരം ഇരുട്ടാകുമ്പോഴാണ് ലൈറ്റ് തെളിയേണ്ടത്, അതുപോലെ എന്തോരം വെട്ടമാകുമ്പോഴാണ് ലൈറ്റ് ഓഫ് ആകേണ്ടതെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സർക്യൂട്ടിലേക്ക് വേണ്ടത് LDR ആണ്. അപ്പോൾ ഇതിന് ഏകദേശം 5 രൂപയ്ക്കാണ് ആവുന്നത്. റിലേക്ക് 25 അങ്ങനെ എന്തോ ആണ്. അതുപോലെ തന്നെ വോളിയം കൺട്രോളിൽ 15 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു LDR കണക്ട് ചെയ്യേണ്ടത് റിലേയുടെ അടിയിലെ 3 കാലിലെ ഒന്നാമത്തെ പിന്നിലും അതുപോലെ വോളിയം കൺട്രോളിൻ്റെ സെൻറ്ററിലെ പിന്നിലേക്കുമാണ് ഈ ഒരു LDR ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് LDR മാത്രം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. നമ്മളിത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ LDR മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു നമ്മൾ LDRൻ്റെ കാല് സോൾഡ് ചെയ്ത ഭാഗത്ത് 2 വയർ സോൾഡ് ചെയ്തിട്ട് LDR നമ്മുടെ ഇപ്പോൾ ഇതിനൊരു ബോൺസിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഒരു ബോൺസിൻ്റെ പുറത്തേക്ക് ഒരു LDR വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു LDRലേക്ക് വെട്ടം അടിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 2 വയർ കൂടിയാണ് കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ 2 വയറിലാണ് ഇതിൻ്റെ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്തെടുത്തേക്കുന്നത് 5 വോൾട്ടിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേ സർക്യൂട്ടിൽ തന്നെ ആ ഒരു 5 വോൾട്ടിൻ്റെ റിലേ മാറ്റിയിട്ട് 12 വോൾട്ടിൻ്റെ റിലേ ആക്കുവാണെങ്കിൽ നമുക്ക് DC 12 വോൾട്ടിൻ്റെ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള പോസിറ്റീവ് വയർ കണക്ട് ചെയ്യേണ്ടത് റിലേയുടെ ഈ ഒരു കാലിലാണ്. അടിയിലത്തെ 3 കാലിൽ ഒന്നാമത്തെ കാല്, അതായത് നമ്മൾ LDR കണക്ട് ചെയ്ത ആ ഒരു കാലിലേക്കാണ് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ട ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ 3ാമത്തെ കാല്, അല്ലെങ്കിൽ നമ്മുടെ മോസ്ഫെറ്റിൻ്റെ 3ാമത്തെ കാല്, ഈ ഒരു കാലിലാണ് നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം DC ലൈറ്റാണ് നമ്മൾ തെളിക്കുന്നതെങ്കിൽ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് നമുക്ക് ഈ ഇതിൽ തന്നെ സോൾവ് ചെയ്തെടുത്താൽ മതി. DC ലൈറ്റുകൾക്ക് മാത്രമാണ് കോമൺ ആയിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് എടുക്കാൻ പാടുള്ളൂ. AC ലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൊന്നും കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മൾ ഇതുപോലുള്ള സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ. അപ്പോൾ ഒരുപാട് ആംബിയർ ഒക്കെ എടുക്കുന്ന ലൈറ്റുകളാണെങ്കിൽ വേഗം തന്നെ ബാറ്ററിയുടെ ബാക്കപ്പ് ടൈം കുറയും. ഒരുപാട് ആംബിയർ ഒന്നും എടുക്കാത്ത ലൈറ്റുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ബാറ്ററിയും ചെറിയ പാനലും മതിയാവും. ഇനി നമുക്ക് ലൈറ്റിൻ്റെ പോസിറ്റീവ് റിലേയുടെ മേളിൽ കാണുന്ന ഈ ഒരു കാലിലാണ് കണക്ട് ചെയ്യേണ്ടത്. ലൈറ്റിൻ്റെ പോസിറ്റീവാണ് ഈ ഒരു കാലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് കോമൺ ആയിട്ടുള്ള ഈ നെഗറ്റീവ് തന്നെയാണ്. അതായത് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ 3ാമത്തെ കാലിലാണ് നമ്മളിവിടെ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് വയർ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ നെഗറ്റീവ് വയറും കൂടി കണക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് റിലേയുടെ 1ാമത്തെ കാലിൽ നമ്മൾ പോസിറ്റീവ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള പോസിറ്റീവ് നമ്മൾ 1ാമത്തെ കാലിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കാലിൽ നിന്ന് ഒരു ഡയോഡ് ഒരെണ്ണം ക്രോസ് ഇട്ട് നമ്മൾ റിലേയുടെ സെൻറ്ററിലെ കാലിലേക്ക് കൊടുക്കുന്നുണ്ട്. ഡയോഡിൻ്റെ ഒരു സൈഡിലെ കാലിൽ വെളുത്തൊരു വര പോലെയുണ്ട്.
അപ്പോൾ ആ ഒരു സൈഡിലെ കാലാണ് നമുക്ക് റിലേയുടെ സെൻറ്ററിലെ കാലിലേക്ക് കൊടുക്കേണ്ടത്. അതൊരു ഇങ്ങനെ ഒരു ഡയോഡ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ LED ഞാനിവിടെ എടുത്തേക്കുന്ന LED 4 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് തെളിയുന്നത്. അതുപോലെ തന്നെ വേഗം തന്നെ ഹീറ്റും ആവുന്നുണ്ട്. അപ്പോൾ അത്രയും വോൾട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് ചെറിയ രീതിയിലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയോഡ് ഇങ്ങനെ സീലായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു സർക്യൂട്ട് നമ്മളിനി കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ടിലാണ്. അപ്പം ഔട്ട് പ്ലസ് മൈനസ് കറക്റ്റായിട്ട് ഈ ഒരു ബോർഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു നമ്മളുണ്ടാക്കിയെടുക്കുന്ന സർക്യൂട്ടിൻ്റെ സപ്ലൈ വയർ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ ഒരു ബോർഡിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഈ ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സാമ്പിളായിട്ട് ഈ ഒരു ചെറിയ ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ എമർജൻസി ലൈറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് 2200 mAh 2 ബാറ്ററിയെങ്കിലും മിനിമം കണക്ട് ചെയ്യുക. എന്തെങ്കിലാണ് നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സമയമൊക്കെ ഒരു 5-6 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് തെളിഞ്ഞു. അതുപോലെ 4000 mAh ബാറ്ററിയൊക്കെയാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 7 വാട്ട്സിൻ്റെ പാനലൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 7 വാട്ട്സിൻ്റെ 9 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 6 വോൾട്ടിൻ്റെയോ പാനൽ ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു ബോട്ടിൽ. പാനലിൻ്റെയും ബാറ്ററിയുടെയും അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ലിങ്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ നമ്മൾ ലാസ്റ്റാണ് പാനലിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യാവുള്ളൂ. അപ്പം ബാറ്ററി കണക്ട് ചെയ്യാത്ത സമയത്തൊന്നും നമ്മളിതുപോലെ പാനലിൻ്റെ വയർ കണക്ട് ചെയ്തിടരുത്. അതിൽ ഈ ഒരു പാനലിൻ്റെ വയറും ബാറ്ററി എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് ഡിസ്കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ചാർജ് ആയിക്കോളും. ചാർജ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, അതായത് ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും ചാർജിങ്. അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് പാനലിൽ നല്ല രീതിയിൽ ഔട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ മിനി USB പോർട്ടിൽ നമുക്ക് ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്ത് നമുക്കിതിൽ ഈ ഒരു ബാറ്ററി റീചാർജ് എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ ഇതുപോലെ പാനൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഇതുപോലെ ചെറിയൊരു കപ്പാസിറ്ററോട് കണക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സാമ്പിളായിട്ട് ലൈറ്റ് ഒന്ന് ചെറിയ സ്റ്റാൻഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കേബിളൊക്കെ ചുമ്മാ ചുറ്റി കെട്ടി വെച്ചതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു LDRൻ്റെ മേളിൽ കൈ വരുന്ന സമയത്ത്, അതായത് LDRലേക്ക് വെട്ടോടിക്കാത്ത സമയത്ത് തന്നെ ഈ ലൈറ്റ് ഓൺ ആകുകയും അപ്പോൾ നമുക്ക് കൈ മാറ്റുന്ന സമയത്ത് തന്നെ ഈ ലൈറ്റ് ഓഫ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് ചെറിയൊരു ബാറ്ററി വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. നമുക്കിത് 12 വോൾട്ടിലും അതുപോലെ തന്നെ AC വർക്ക് ചെയ്യുന്ന രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ച സാധനങ്ങളിലേക്ക് അത്യാവശ്യം എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.